കേന്ദ്രം ചെയ്യാവുന്നതൊക്കെ പരമാവധി ചെയ്തു എന്നാണ് താങ്കൾ പറഞ്ഞത്. ചെയ്യാവുന്ന പരമാവധിയല്ല, എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രി പറയുന്നത് ഇതെല്ലാം കൊടുത്തു, ഒരു പൈസ ഇന്നിപ്പോ നിയമസഭയിലടക്കം മന്ത്രി പറയുന്നത് കേന്ദ്രം കഴിഞ്ഞ 2024 0 തന്നത് എന്നുള്ളതാണ്. ശരിയാണ്. അത് നിങ്ങൾ പരിശോധിക്കണം. അത് കേരളത്തിനകത്താണ്, ഇന്ത്യൻ പാർലമെന്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് നുണയൊന്നും പറയാനൊക്കത്തില്ല. ഫാക്ട്സ് അല്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും. കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് അവസാനിച്ചു. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തരും. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ എന്റെ ജോലി ചെയ്യുന്നുണ്ട്. എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നേ? എന്റെ മന്ത്രി, എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത്. അത് നുണയാണോ എന്ന് അന്വേഷിക്കും. അപ്പൊ ഈ രണ്ട് വാദത്തിനിടയിൽ ആശമാര് ഇനിയും സമരം തുടരേണ്ടി വരുമോ? എന്താണ്? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനൊക്കെ ഇല്ല. ഞാൻ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനൊക്കെ തന്നെ. അവസാനിക്കുകയല്ല, ഈ സമരം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. 2012 ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണെന്ന്. അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത്, എന്താണ് ആ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ഇതെല്ലാം ഫാക്ട്സ് അല്ലേ? ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ 80-20, 60-40, 50-50 ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ? വകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് കൊടുത്താലും ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു വാക്കിന്റെ ആയുധം എടുത്തു വെച്ചങ്ങ് ഇല്ലായ്മ ചെയ്തത്. തൃപ്തിയായല്ലോ എല്ലാവർക്കും. ആ ഒരൊറ്റ വാക്കിൽ കടിച്ചു തൂങ്ങി അല്ലേ? അതിന്റെ വിഷയം എവിടെ പോയി? ആദിവാസികൾക്ക് അയച്ച കാശ് വകമാറ്റിപ്പോയി, അല്ലെങ്കിൽ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ ലാപ്സാക്കി. എല്ലാം പാപമാണ്. ആ വിഷയം എവിടെ പോയി? ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങൾ എല്ലാവരും കൂടി? ആശമാരുടെ ഓണറേറിയം സമാനമായ രീതിയിൽ ഇവർ വകമാറ്റുന്നുണ്ട് ഇവിടെ. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി വ്യാഖ്യാനിക്കേണ്ടതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിന്, നിങ്ങളുടെ കച്ചവട മനസ്ഥിതി വെച്ച്. നിങ്ങൾക്കിത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാതാടി 1-2 കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. അതിനൊന്നും ആയുധമാവാൻ എനിക്കൊക്കെ. കേന്ദ്ര ഫണ്ട് കൊടുത്തു, സംസ്ഥാനം അത് ചെലവഴിച്ചു എന്ന് അറിയില്ല. അപ്പൊ അന്വേഷണ കേന്ദ്രം നടത്തണ്ടേ? കൊടുത്ത ഫണ്ട് എവിടെ പോയെന്ന് അറിയണ്ടേ? എന്തിന്? നിങ്ങളിവിടെ കേരളത്തിൽ ജനങ്ങളില്ലേ? കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ? നിങ്ങൾ അന്വേഷിക്കൂ. അതോ ഇനി അതിനും CBI കൊണ്ടുവരണോ? തീർന്നു. അല്ല, അതിനല്ലേ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെടാനൊന്നുമില്ല, കൊടുത്തേ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിലേ അടുത്ത ഗഡു വരൂ. കൊടുക്ക, അങ്ങനാണ്. സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടത്. ആ കാര്യമാണ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിച്ചത്. അപ്പോൾ കേന്ദ്രം ഇത്രയും തന്നിട്ടില്ല. ഇക്കാര്യങ്ങൾ സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്രത്തോട് ചോദിച്ചതാണ് പറയുന്നത്. ഭാഷ മനസ്സിലാവാത്തോണ്ടായിരിക്കും. കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഭാഷ ചിലപ്പോൾ മനസ്സിലാവാത്തോണ്ടായിരിക്കും. ക്ഷമിച്ചേക്കൂ.